സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? നമസ്കാരം ഡോക്ടർ. മറ്റാസക്ത രോഗികളുടെ ഒരു സുഹൃത്ത്. എന്റെ പേര് ഡോക്ടർ ഗോപാലൻ. അപ്പോ ഇന്ന് ഞാൻ പുതുമക്കാരായ ആൾക്കാരോട് ഞാൻ പറയുന്നു, ഇത് ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണപത്രം, ഒരു ഇൻവൈറ്റേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു പുതുമക്കാരനെ മുൻനിർത്തി എപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ വസ്തുതകൾ, കാര്യങ്ങൾ പറയണം. കാരണം ഇതെപ്പോഴും അവർക്കൊരു ഇൻവൈറ്റേഷനാണ്, ഒരു ക്ഷണപത്രം, ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണപത്രം എന്ന് പറയും. അതവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെങ്കിൽ കുറെ സമയം പിടിക്കും. പുതുമക്കാർക്ക് മാത്രമല്ല, ഇത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാം നിരന്തരം നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഒരു പതനത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം, ഒരു പതനത്തിലേക്ക്. കാരണം മദ്യാസക്ത രോഗത്തില് കാതലായ ചികിത്സ എന്ന് പറയുന്ന വെച്ചാൽ മദ്യമുക്തമായിരിക്കുക, മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് കാതലായ ചികിത്സ. ആ ചികിത്സ നടപ്പിലാകണമെങ്കിൽ ഒരു സൗഹൃദം, ഒരു ഭയമില്ലാത്തൊരവസ്ഥ, യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം, ധൈര്യത്തോടു കൂടി ഒരു കാര്യത്തെ നേരിടാൻ, ഒരു ലജ്ജയില്ലാതെ ഇത് നേരിടാനുള്ള ഒരു കഴിവ്, അതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന് വ്യക്തമായിട്ടും ശക്തമായിട്ടും മറ്റുള്ളവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം, ഒരു വർഷം ഒരു സുബോധവാനായിട്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നീടുള്ള പാത ഒരു 70% അയാള് വീണ്ടും സുബോധവാനായിരിക്കും എന്നുള്ളതാണ്. കാരണം എത്രമാത്രം നമ്മൾ സുബോധത്തെ ശക്തമായിട്ട് മനസ്സിലാക്കുകയും അതിന്റെ പുറകിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ അരക്കിട്ട് ഉറപ്പിക്കും. നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശക്തിയിലും അത് വളരെ ബലം കൊടുക്കും. അപ്പൊ ഒരു വർഷം അങ്ങനെ സുബോധത്തിൽ പോകുന്ന ഒരാൾക്ക് 70%. അതേസമയം 2 വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും അതിന്റെ അളവ് കൂടും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. 2 വർഷം കഴിയുമ്പോഴത്തേക്കും ആ സുബോധത്തിന്റെ അളവ് വീണ്ടും കൂടും. 3 വർഷം കഴിയുമ്പോൾ അത് വളരെ ശക്തമാകും. അപ്പൊ നിരന്തരം ഈ മദ്യാസക്ത രോഗത്തിന്റെ ഈ അവസ്ഥയിൽ നിന്ന് മദ്യമുക്തമാകാൻ വേണ്ടി, ആ വാക്ക് പറയുന്നത് മദ്യമുക്തമാകുക എന്നുള്ളതാണ്. അതായത് അബ്സ്റ്റിനൻസ്, ടോട്ടലി അബ്സ്റ്റിനൻസ്. അപ്പൊ ഈ വാക്ക് എന്തിനാണ് ഈ ടോട്ടൽ അബ്സ്റ്റിനൻസ്, വിട്ടു നിൽക്കരുത്? കാരണം ഇത് കാതലായ ചികിത്സ അതാണ്. കാതലായ ചികിത്സ അതാണ്. അപ്പൊ മദ്യം കഴിച്ചുകൊണ്ട് മദ്യപാന രോഗത്തിന് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഊഹിക്കാവുന്ന കാര്യമാണ്. മദ്യം കഴിക്കുമ്പോൾ ആ മദ്യം ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും കൂടി കയറി ഇറങ്ങി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യാസക്ത രോഗം ഒരു ബ്രെയിൻ ഡിസീസ്, ഒരു തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണെന്നും അത് മുന്നോട്ട് പോകുന്ന രോഗമാണെന്നും അതിൻ്റെ ശക്തമായ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തലച്ചോറിന് അത് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച എന്നൊക്കെ പറയും, ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ്, ശരിക്കും ഒരു ഇൻസൈറ്റ് പ്രോഗ്രാം എന്ന് പറയും. ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള ഇൻസൈറ്റ് പ്രോഗ്രാം സ്വന്തം തലച്ചോറിന് സ്വന്തമായിട്ട് ഉൾക്കാഴ്ച തിരിച്ചു നൽകാനുള്ള പരിപാടി
ശുഷ്കമാണ്. ലോകത്തിൽ തന്നെ വേറെ അത് ഇല്ലെന്ന് എനിക്ക് പറയാം. വാസ്തവത്തിൽ ലോകത്തിന് ഈ തരത്തിലുള്ള വാക്കുകളിൽ കൂടെയുള്ള ചികിത്സ സമ്പ്രദായം ലോകത്തിന് കാണിച്ചു കൊടുത്തത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. ഇതിനെ പിന്തുടർന്നുകൊണ്ട് ഇതിന്റെ രീതികൾ പിന്തുടർന്നുകൊണ്ട് ലോകത്ത് എന്തെല്ലാം ഗ്രൂപ്പ് തെറാപ്പികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ ഗ്രൂപ്പ് തെറാപ്പികൾ വന്നിട്ടുണ്ട്. ഇത് ശക്തമാണെന്നും ഇത് ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു സംഗതിയാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുതുമക്കാരോട് പറഞ്ഞത് ഇതൊരു ക്ഷണപത്രമാണ്, ജീവിതത്തിലേക്കുള്ള ഒരു ഇൻവൈറ്റേഷനാണ്. അത് ഈ ജീവിതത്തിലേക്ക് ഇൻവൈറ്റേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം നമ്മളെ ടോട്ടലി കംപ്ലീറ്റ് അകറ്റി നിർത്തുന്ന എന്താണ്? ഈ ചികിത്സയിൽ കയറാൻ നമ്മളെ കംപ്ലീറ്റ് അകറ്റി നിർത്തുന്ന എന്താണ്? മദ്യാസക്ത രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. കംപ്ലീറ്റ് ലാക്ക് ഓഫ് നോളജ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നുള്ള അറിവില്ലായ്മ. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസ് അറിവിന്റെ ഒരു പ്രഭവ കേന്ദ്രം. ഈ മദ്യാസക്ത രോഗത്തിന്റെ അറിവിന്റെ ഒരു കേന്ദ്രമാണത്. അറിവില്ലാതെ നമുക്ക് രക്ഷപ്പെടാനും നമുക്ക് എന്താണ് പറ്റിയത്, എന്ത് ചെയ്താലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്, അപ്പൊ അതൊക്കെ ഈ പ്രോഗ്രാമിൽ ഉടനീളം ഈ പ്രോഗ്രാമിൽ അതുണ്ട്. ഇപ്പൊ ഒരു സുഹൃത്ത് അനുഭവങ്ങൾ പങ്കുവെച്ചു, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതിയിൽ അനുഭവങ്ങൾ പങ്കുവെച്ചു. അത് എത്രയോ ലളിതമാണ്, അത് മനസ്സിലാക്കാനും പിന്തുടരാനും എളുപ്പമാണ്. പക്ഷെ ആ എളുപ്പം എന്നുള്ളത് ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ്. കാരണം ഒരു മദ്യാസക്ത രോഗിയുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നാണ് അടുത്ത അവസ്ഥയിലേക്ക് അയാൾ പോകുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ മൈൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സാധ്യതയുള്ള, പെട്ടെന്ന് തന്നെ ചികിത്സ കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്ന് രക്ഷപ്പെടാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്ന മൈൽഡ് രോഗാവസ്ഥയായിരിക്കാം. കുറെ കഴിഞ്ഞാൽ മോഡറേറ്റ്, അത് മുന്നോട്ട് പോകുന്ന രോഗമായതുകൊണ്ട് ഒരു മോഡറേറ്റ് കുറെ കൂടി ഗുരുതരാവസ്ഥയിലായിരിക്കാം. സിവിയർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരത്തിലെ പല അവയവങ്ങളും, തലച്ചോറ് മാത്രമല്ല മറ്റു പല അവയവങ്ങൾക്കും കേടുപറ്റിയിട്ടുണ്ട്. ആ രോഗത്തിൽ കൂടി അയാൾ മുന്നോട്ട് പോയിട്ടുണ്ട്. മരണസാധ്യത വളരെ കൂടുതലുണ്ട്. അതാണ് സിവിയർ ഡിസീസ്. അപ്പൊ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ മൂന്നായിട്ട് നോക്കുവാണെങ്കിൽ തിരിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാമിൽ ഈ സുഖത്തിന്റെ തുടക്കത്തിൽ എത്തുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ അവർ മനസ്സ് വെച്ചാൽ അധികം വർഷങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റും. ഇതൊരു മരണക്കെണിയാണ്. ഈ രോഗാവസ്ഥ ഒരു മരണക്കെണി എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിന്റെ വിഷമിച്ചിട്ടാണ്. കാരണം ഇതൊരു മരണക്കെണി എന്ന് പറയാൻ കാരണം ഇപ്പോ ഡോക്ടർ എഡ്ഗാർ പേസ് എന്ന് പറഞ്ഞ മദ്യാസക്ത രോഗത്തെ പറ്റി വളരെ കാര്യമായിട്ട് ഗ്രന്ഥം എഴുതിയ ഒരാളാണ് എഡ്ഗാർ പേസ്. അദ്ദേഹം പറയുന്ന കുറച്ച് സംഗതികൾ ഞാൻ പറഞ്ഞുതരാം. ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഈ മദ്യാസക്ത രോഗത്തിൽ നിന്നും വിട്ടുനിന്ന് രക്ഷപ്പെടുക. അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടികിട്ടും. ഇപ്പോ മദ്യാസക്തൻ എന്ത് വെക്കുന്നു, അതിലേറ്റവും കൂടുതൽ അദ്ദേഹം ഒരു മുൻഗണന കൊടുത്ത് പറയുന്നത് ആക്സിഡന്റിൽ മരിക്കുന്നവരെ പറ്റി അറിയുന്നില്ല. അനേകം പേർ ആക്സിഡന്റിൽ മരിക്കുന്നു. ആക്രമണത്തിന്റെ ഫലമായുള്ള ഭീകരാവസ്ഥയിൽ ഇപ്പൊ തന്നെ നമ്മള് വൈകുന്നേരത്തെ ന്യൂസ് കേട്ടാലൊക്കെ അറിയാതെ ആക്രമണത്തിന്റെ ഫലമായിട്ടുള്ള മരണങ്ങൾ, അറസ്റ്റുകൾ, ജയിലിൽ പോകൽ, അതുപോലെ മദ്യം കഴിച്ചിട്ട് മോശം കാലാവസ്ഥയിൽ ഉള്ള പെട്ടെന്നുള്ള മരണങ്ങൾ, പിന്മാറ്റ ലക്ഷണത്തിലുള്ള മരണങ്ങൾ,
മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശാരീരിക രോഗങ്ങൾ, സിറോസിസ്, പാൻക്രിയാസിന്റെ അസുഖം, വിളർച്ച ബാധിച്ച്, അതുപോലെ ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ, ദാരിദ്ര്യം, മാൽന്യൂട്രീഷൻ, സുഹൃത്തുക്കളില്ലാതെ ഉള്ള അവസ്ഥ, നല്ല സുഹൃത്തുക്കൾ ഉപേക്ഷിച്ച് കളയുന്ന അവസ്ഥ, കുടുംബമില്ലാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഒരു മദ്യാസക്തന് നഷ്ടപ്പെടുന്നത്. അയാളുടെ കുടുംബത്തിന് നഷ്ടപ്പെടുന്നത് അയാളുടെ വിവാഹ ബന്ധം വേർപെടല്, കുട്ടികളെ കുട്ടികളോടുള്ള സമീപനം വളരെ മോശം, അതുപോലെ ഭാര്യയോടുള്ള സമീപനം മോശം, മാനസിക രോഗങ്ങൾ, പ്രത്യേകിച്ചും വിഷാദ രോഗവും ഉത്കണ്ഠയും. അപ്പോ ഗർഭിണി ആകുന്ന ഒരു അവസ്ഥയിൽ ഭാര്യ മദ്യപിക്കുന്ന ആളാണെങ്കിൽ ആ മദ്യപാനം കൊണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പൂർണ്ണമായിട്ടും മാനസിക വൈകല്യം വരും. കുട്ടികളെ ഉപേക്ഷിക്കൽ, കുട്ടികളുടെ കാര്യം നോക്കാതിരിക്കുക, അവരെ ഉപേക്ഷിക്കൽ, അവരുടെ വിദ്യാഭ്യാസം പോവുക, അവരുടെ വളർച്ച, വികാസം, വിദ്യാഭ്യാസം ഒക്കെ നശിക്കുക, അവര് സ്കൂളിൽ നിന്നും വിടുതൽ ആയിട്ട് വീട്ടിലിരിക്കേണ്ടി വരിക, അവര് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെയുള്ള ദുർഗുണ പാഠശാലയിൽ വരെ എത്തുക, അവർ ദാരിദ്ര്യം അനുഭവിക്കുക. ഇതാണ് അവരുടെ കുടുംബത്തിന്റെ, അദ്ദേഹം പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളാണ്. അതുപോലെ ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് ഒരു മദ്യാസക്തൻ ഉണ്ടാക്കുന്നത്, ഒരു വണ്ടി ഓടിച്ചാൽ, മദ്യം കഴിച്ചിട്ടൊരു വണ്ടി ഓടിച്ചാൽ അയാൾ ഉണ്ടാക്കുന്ന ആക്സിഡന്റുകൾ, അയാൾ വസ്തുവകകൾ നശിപ്പിക്കുന്നത്, അയാൾ മൂലം ഉണ്ടാക്കുന്ന വയലൻസ്, ക്രിമിനാലിറ്റി, അയാൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അയാൾ വരുത്തി തീർക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, ആരോഗ്യത്തിനുള്ള, അതുപോലെ ക്ഷേമത്തിനും നിയമത്തിന്റെ നടത്തിപ്പിനും അയാൾ മൂലം വരുന്ന നഷ്ടങ്ങൾ, അതുപോലെ ഏറ്റവും കൂടുതൽ സാമർഥ്യം വേണ്ട ജോലി, അത് സാമർഥ്യമില്ലാത്ത രീതിയിൽ അയാൾ ചെയ്തിട്ട് അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങൾ, വളരെ സൂക്ഷ്മതയുള്ള ജോലികൾ മദ്യം കഴിച്ച് അയാൾ ചെയ്യുന്നത് മൂലമുള്ള തകരാറുകൾ. ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രയോ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒരു പുതുമക്കാരനാണെങ്കിൽ വാസ്തവത്തില് അയാൾ എങ്ങനെയാണ്, അയാൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കില്ല താനൊരു മദ്യാസക്തനാണ്. താൻ എല്ലാവരെ പോലും കുളിക്കുന്നു, എല്ലാവരെ പോലും പെരുമാറുന്നു, എനിക്കൊരു പ്രശ്നമില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷെ ഇത് വളരുന്ന രോഗമാണെന്നും, ഇത് എങ്ങനെയാണ് വളരുന്നതെന്നും, എങ്ങനെയാണ് സ്വഭാവം അയാളിൽ വളർന്ന് മുന്നോട്ട് പോകുന്നത്, ഈ രോഗത്തിന്റെ സ്വഭാവം, അത് അയാൾക്ക് അറിയണമെങ്കിൽ ഈ ഡോക്ടർ ജെലിനിക്കിന്റെ ചാർട്ട്, ഡോക്ടർ ജെലിനിക്ക് ആദ്യമായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് മദ്യാസക്തി വളർന്നു വരുന്ന രോഗമാണ്, സ്വഭാവ രോഗമാണ്, മാനസിക രോഗമാണ്. അത് അദ്ദേഹം അനേകായിരം മദ്യാസക്തരുടെ സ്വഭാവം തുടക്കം മുതൽ പഠിച്ച് മനസ്സിലാക്കി അത് എഴുതി വെച്ച്, അങ്ങനെ ആ ഓരോ ഘട്ടവും ഘട്ടം ഘട്ടമായിട്ട് അയാൾ രോഗത്തിലേക്ക് പോകുന്നതും ഒരിക്കലും പിന്നെ രോഗത്തിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതും ഒക്കെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പുതുമക്കാർ കേൾക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അവര് കുടിച്ച് എല്ലാവരും പുതുമക്കാരായിട്ട് തന്നെയാണ് വരുന്നത്. അത് പലപ്പോഴും വല്ലപ്പോഴും ഒരു ആശ്വാസത്തിനുള്ള കണക്കിലാണ് കുടി തുടങ്ങിയത്. അത് മിക്കപ്പോഴും ഒരു ആശ്വാസമായിട്ട് മാറി, അത് മദ്യത്തിന്റെ അളവ് കൂട്ടാൻ പ്രേരിപ്പിച്ചു. പിന്നീട് ഓർമ്മക്കേടുകൾ വന്നു, പെട്ടെന്നുള്ള ഓർമ്മക്കേടുകൾ, കുളിച്ച് ഇരുന്ന സ്ഥലത്ത് കുളിച്ച് ബോധം കെട്ട് വീണ് പിന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത രീതിയിലായി. അതുപോലെ കുടിച്ചിട്ട് അഥവാ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എവിടെയാണ് വീടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കുക.
ഉം. ഭാഗ്യത്തിന് മാത്രം അപകടം ഇല്ലാതെ രക്ഷപ്പെട്ട അങ്ങനെ എത്രയോ ആളുകളുണ്ട്. വണ്ടി സ്റ്റിയറിങ്ങും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി തിരിച്ചുകൊണ്ട് നടക്കണം. പക്ഷെ പെട്ടെന്നുള്ള മാരകമായ ഓർമ്മക്കേടിൽ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഭീകരമായ അവസ്ഥയാണ്. പിന്നെ വഞ്ചനാത്മകമായിട്ടുള്ളൊരു കുടി, അതായത് ഒളിച്ചു വെക്കുക, മദ്യം ഒളിച്ചു വെക്കുക, നോണ പറയുക. അത് മദ്യം ഇല്ലാതെ ഇന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇന്നത്തെ ദിവസം കഴിയാൻ പറ്റില്ല എന്നുള്ള ചിന്ത. അതുകൊണ്ട് മദ്യം തീർത്തും അവിടെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ അതിനെപ്പറ്റി വളരെ കെയർ ചെയ്ത് മദ്യം എപ്പോഴും കരുതി വെക്കുക. മദ്യം കുടുകൂടാ കുടിക്കുക, വെള്ളം കുടിക്കുന്ന പോലെയൊക്കെ. അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ കുടിക്കുന്ന വെള്ളം ഗൾപ്പ് ചെയ്യാന്ന് പറയും, സോഡയൊക്കെ കുടിക്കുന്ന പോലെ. കുറ്റബോധം. മദ്യത്തെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നത് ദേഷ്യം ഉണ്ടാക്കും. ആരോ പറഞ്ഞ പോലെ ശ്രീനിവാസൻ മറ്റേ നമ്മളെ സന്ദേശം സിനിമയിൽ പറയുന്നില്ലേ, പോളണ്ടിനെ പറ്റി നീ ഒരു വാക്കും മിണ്ടരുത് എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു തമാശയാണ്. അയാൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന മദ്യത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ മദ്യത്തെ കുറിച്ച് നീ ഒരു വാക്ക് മിണ്ടരുത് എന്നൊക്കെ പറയുന്ന തമാശ. ദേഷ്യം. അത് ആലോചിക്കുമ്പോ തന്നെ അതുപോലെ ഈ ബ്ലാക്ക് ഔട്ട്, ഈ ഓർമ്മക്കേട് കൂടിക്കൂടി വരും. നിയന്ത്രണം നഷ്ടപ്പെടും, കയ്യിൽ നിന്ന് നിയന്ത്രണം കംപ്ലീറ്റ് പോകും. പിന്നെ യുക്തി പറയുക, കുടിക്കുന്നതിന്റെ ന്യായം പറയുക. ആരെങ്കിലും ഒരു സുഹൃത്ത് ഒന്ന് ഫോൺ ചെയ്താൽ അപ്പോൾ പുറകെ ഓടുക, താൻ വലിയ സംഭവമാണെന്ന് തന്നെ എപ്പോഴും പൊക്കിക്കാണിക്കുക. എന്തും പറഞ്ഞു ഒന്നാമത്തെ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇതിന് ആക്രമണ സ്വഭാവം. അതുപോലെ കുറ്റബോധങ്ങൾ, ഇടയ്ക്കൊന്ന് നിർത്തിവെക്കാനുള്ള ശ്രമം നടത്തല് പരാജയം. മദ്യത്തിന് പുറകെ പോയി ആ ഡ്രിങ്കിങ് പാറ്റേൺ, മദ്യം പലതരത്തിലുള്ള മദ്യം കഴിച്ച് പരീക്ഷണം നടത്തി നോക്കുക. മദ്യത്തിന് പകരം മറ്റേ ശക്തി കുറഞ്ഞ കള്ള് കുടിച്ചു നോക്കുക, ബിയർ കുടിച്ചു നോക്കുക. അതൊക്കെ പരാജയം ആയതുകൊണ്ട് വീണ്ടും തിരിച്ച് നാടൻ ചാരായം കുടിക്കേണ്ടി വരിക. സുഹൃത്തുക്കളൊക്കെ ഒന്നൊന്നായിട്ട് നല്ല സുഹൃത്തുക്കളെയൊക്കെ ഒഴിവാക്കി കളയുക. കാരണം നല്ല സുഹൃത്ത് എപ്പോഴും നമ്മളോട് നമ്മുടെ ക്ഷേമം, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നല്ല സുഹൃത്ത് എപ്പോഴും ഏതവസ്ഥയിലും മദ്യത്തിനെതിരായിട്ട് സംസാരിക്കും. അതുകൊണ്ട് അയാളെ നല്ല സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഒഴിവാക്കും. ജോലി മാറി മാറി പരീക്ഷിച്ച് ജോലി കൂടെ നഷ്ടപ്പെടും. മദ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം അല്ലാതെ അയാൾക്ക് സാധിക്കില്ല. എപ്പോ നോക്കിയാലും മദ്യം. അത് കൂടെ ചിന്തയിലും ഊണിലും ഉറക്കത്തിലും അയാൾക്ക് അതാണ് പ്രാഥമികം. മറ്റു കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ പോവുക. ബന്ധങ്ങളെ പുതുക്കി പണിയാൻ പറ്റാതിരിക്കുക. മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്വയം സഹതാപം, നാട് വിട്ടുപോയി കുടിക്കേണ്ടി വരിക. കാരണം അയാളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ബോധമുണ്ട്, നാട്ടുകാരൊക്കെ ഇതറിയുന്നുണ്ട്, തനിക്കെതിരാണ്. അതുകൊണ്ട് അയാൾ നാട് വിട്ടു പോവുക, വേറെ സ്ഥലത്ത് പോയി കുടിക്കാം. കുടുംബത്തിലെ ആ ബന്ധങ്ങൾ, അതിലൊക്കെ മാറ്റം വരും. ഇതൊക്കെ ഒരു മദ്യാസക്തന് മനസ്സിലാവും ഈ വാക്കുകൾ. എപ്പോഴും ഒരു വെറുപ്പ്, അകാരണമായ വെറുപ്പിന്റെ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് അയാൾ ജീവിക്കേണ്ടി വരും. എന്നിരുന്നാലും ശരി, എങ്ങനെയെങ്കിലും യാചിച്ചിട്ടാണെങ്കിലും മദ്യം കുടിക്കുന്ന പരിപാടി നിലനിർത്തുക. അത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക, ഒരു പോഷകാംശം ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് ജീവിക്കുക. അതിൽ കൂടി ഒത്തിരി അസുഖങ്ങൾ വരിക, പകർച്ചവ്യാധികൾ വരിക, ആശുപത്രി കിടക്കേണ്ടി വരിക. അപ്പൊ ഈ ആശുപത്രി കിടക്കുമ്പോൾ വരുന്ന ഒരു മാറ്റം എപ്പോഴും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. പല ആളുകളും ആശുപത്രിയിൽ ഇങ്ങനെ വളരെ ക്ഷീണിച്ചും വളരെ അവശതയിലും ജോലി ചെയ്യാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ കിടക്കുമ്പോഴാണ്
അയാള് മനസ്സിലാക്കുന്നത് ഈ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അപ്പോഴാണ് ഒരു പുതിയ വെളിവ് പോലെ, ഒരു വെളിച്ചം പോലെ അയാൾക്ക് മനസ്സിലാകുന്നത് ലൈംഗിക ആസക്തി നഷ്ടപ്പെട്ടു, ഉദാഹരണ ശക്തിയൊക്കെ പോയി. ഇത് അയാൾക്ക് വെളിപാട് ഉണ്ടാകുമ്പോൾ തന്നെ അയാളുടെ ആദ്യത്തെ ചിന്ത ഭാര്യയെ കുറിച്ചുള്ള സംശയമാണ്. ഭാര്യയ്ക്ക് ജാരനുണ്ട്, ഇനി എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല, അങ്ങനെ പുതിയൊരു രോഗത്തിലേക്ക്. അതിന് ഇംഗ്ലീഷിൽ ഓതല്ലോ സിൻഡ്രോം എന്ന് പറയും. ഓതല്ലോ സ്വന്തം ഭാര്യയായിട്ടുള്ള ഡെസ്റ്റിമോണെ എപ്പോഴും സംശയത്തിലായിരുന്നു. ഈ സംശയ രോഗത്തില് ഭാര്യയെ കൊന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര രോഗമാണത്. ആൽക്കഹോളിക് ജലസി എന്നൊക്കെ പറയും. ആൽക്കഹോളിക് ജലസി, ആൽക്കഹോളിക് ജലസി, ജലസി ഓഫ് സെക്സ് ആണോ, ലൈംഗികമായിട്ടുള്ള സംശയമാണത്. അത് ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഭാര്യ കൊലപാതകം അതിന്റെ പ്രധാന ഒരു കാരണം തന്നെയാണ്. അതിരാവിലെയുള്ള കുടി ഇതിനെ പിന്തുടർന്ന് പിന്നെ ആർക്കും വളച്ചാൽ വളയുന്ന ഒരുത്തനായി മാറുക. മദ്യം വെച്ച് നീട്ടിയാൽ ആർക്കും അടിമയാക്കാനും വളയ്ക്കാനും പറ്റിയ ഒരാളായിട്ട്, ഒരു സംഭവമായിട്ട് മാറുക. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും, പ്രമാണിമാരുടെ അടുത്താണെങ്കിലും, പണക്കാരുടെ അടുത്താണെങ്കിലും, കൊട്ടേഷൻ സംഘത്തിൽ പോകാനാണെങ്കിലും, അങ്ങനെ എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും ഡിറ്റീരിയേറ്റ്, നിലം പതിക്കുക, ചിന്തകൾ വിപുലമാകുന്നു. ഭ്രാന്ത്, മദ്യാസക്തി മൂലമുള്ള ഭ്രാന്ത്, മായയായിട്ടുള്ള കേൾവികൾ, ചെവിയിൽ സംസാരം, മരിച്ചുപോയവരെ കാണുക, അതുപോലെ കറ പറ്റിയ കുടിച്ച് റോട്ടിൽ കിടക്കുക, ദിവസങ്ങളോളം അലഞ്ഞിരിഞ്ഞ് നടക്കുക, താടിയും മുടിയൊക്കെ നീട്ടി, മദ്യം കിട്ടാത്ത അവസ്ഥയിൽ അതിനോട് സാമ്യമുള്ള ഏതെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ കുടിക്കാം. ഷേവിങ് ലോഷനാണ്, ഈവൻ പെട്രോൾ വരെ കുടിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ പല ആളുകളും. മദ്യത്തിന്റെ ഉയർന്ന അളവിൽ കൂടി വേണം എങ്കില് സമാധാനമുള്ളെന്നുള്ള അവസ്ഥയൊക്കെ മാറി എന്തും എപ്പോഴും എങ്ങനെയും കിട്ടിയാൽ കുടിക്കാം. അകാരണമായ ഭയങ്കര ഭയം, വിറയല്, ശരീരവും മനസ്സും മന്ദീഭവിച്ച് ചലിക്കാൻ പോലും കഴിയില്ല. മദ്യം ഒരു ഒഴിയ ബാധ. ദൈവമേ എന്നെ രക്ഷിക്കൂ, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ദൈവമുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കൂ. മദ്യാസക്തൻ പരാജയം സമ്മതിക്കുന്ന ഒരവസ്ഥ. അപ്പോഴും ചിലപ്പോൾ ഒരാൾ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിൽ വരുന്നുണ്ട്. അവര് ഞാനീ പറഞ്ഞ അവസ്ഥകളിലൊക്കെ തുടക്കത്തിലെ തന്നെ വന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരാള് എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വന്ന ഒരാള്, ഞാൻ അയാളുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ അയാളുടെ രോഗചരിത്രം എടുത്ത് 36 വർഷം അയാൾ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് മദ്യാസക്ത രോഗത്തെക്കുറിച്ചും അതിൽ നിന്ന് കരകയറുന്നതിനെ പറ്റി 36 വർഷം അയാളാണ് ഇങ്ങനെ തലപോഞ്ഞ് ആലോചിച്ചുകൊണ്ട് നടക്കുക. അപ്പോ മദ്യാസക്ത രോഗത്തിന് ചികിത്സയിൽ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്രമാത്രം മദ്യം അയാളെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് തലച്ചോറിന്റെ സൂക്കേടാണ്. ഈ തലച്ചോറിന് തന്നെ കുറെ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഒരാൾക്ക് ജീവിക്കേണ്ട കാര്യത്തിൽ തലച്ചോറ് അയാളെ എങ്ങനെ സഹായിക്കുന്നത് മദ്യം കഴിക്കാൻ? ആദ്യം അതിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് കേടുപറ്റും. ഈ മദ്യം ചെല്ലുമ്പോൾ ആ തലച്ചോറിലൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ആ സർക്യൂട്ട് കുഴപ്പമാവും. സർക്യൂട്ട് കുഴപ്പമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അയാളുടെ ചിന്തകള്, വികാരങ്ങള്, തോന്നലുകള്, സ്വഭാവങ്ങള് എല്ലാം അസാധാരണമാവും, ആവർത്തിക്കപ്പെടും. അത് ആവർത്തിച്ച് അസാധാരണമായ ചിന്തകളും തോന്നലുകളും വികാരങ്ങളും. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, പക, ദേഷ്യം, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതെല്ലാം വളരെ കറക്റ്റാണത്. ഈ ബ്ലാക്ക് ഔട്ട് കൂടി വരുന്നത്, ഗ്രാൻഡിയോസിറ്റി, അത് ഭയങ്കര ഉന്മാദാവസ്ഥ,
താൻ വലിയ കേമനാണെന്നുള്ള അവസ്ഥ, ആക്രമണ സ്വഭാവം, അസൂയ, ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരും. മദ്യം ഒളിച്ച് കടത്തുന്നത്, യുക്തി പറയുന്നത്, ഇതൊക്കെ വളരെ വളരെ കൂടുതലാവും. അതുപോലെ ആശുപത്രികളിൽ കയറി ഇറങ്ങുക എന്നുള്ളത്, പരാജയപ്പെടുന്ന ചികിത്സാ രീതികളും ഒക്കെ കൊണ്ട് അവശത അനുഭവിക്കുകയും, അത് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട് കാണും, ഏതോ ഒരു സഹോദരൻ ഒരു മദ്യാസക്തനെ ഒരു ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കാൻ കൊണ്ടുപോയെന്ന പേരിൽ അയാളെ കൊലപ്പെടുത്തി. സ്വന്തം സഹോദരൻ മദ്യാസക്ത രോഗത്തിന് ചികിത്സിക്കാൻ ആശുപത്രി കൊണ്ടുപോയി എന്ന പേരിൽ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തി. അപ്പൊ എത്രമാത്രം അറിവില്ലായ്മയാണ് ഈ സൂക്കറിനെ കുറിച്ചും ആ അനുഭവങ്ങളെ കുറിച്ചും അയാൾക്ക് എത്രമാത്രം ഒരു പൊട്ടനായിട്ട് മാറി. അയാളുടെ ആന്തരിക സംഘർഷം എങ്ങനെയാണ്, അത് എന്തെങ്കിലും അയാളുടെ തലയിൽ കയറിയിട്ടുണ്ട്. കാരണം തലച്ചോറിന്റെ സൂക്കേടാണത്, തലച്ചോറിന്റെ സൂക്കേടാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധത, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സാമൂഹ്യ വിരുദ്ധ സ്വഭാവം, അത് ഇതിനെപ്പറ്റി ഏറ്റവും നന്നായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കവി നമുക്കുണ്ട്. അദ്ദേഹം മദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിന്ന് ഇന്ന് വളരെ നല്ലൊരു ജീവിതം അദ്ദേഹം ജീവിക്കുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹം മദ്യാസക്ത രോഗിയായിരുന്ന സമയത്ത് എഴുതിയ കവിതയിലൊക്കെ ഉണ്ടല്ലോ, ഇത്രയും ഭയങ്കര തീക്ഷ്ണമായിട്ട് ഈ രോഗത്തെ കുറിച്ച് ആരും, ഒരാളും, ഒരു കവിയോ ഒരാളും, ഒരു മദ്യാസക്തൻ പോലും ശരിക്കും അതിനെപ്പറ്റി ആലോചിച്ചു പോലും ഉണ്ടാവുന്നില്ല എനിക്ക് തോന്നുന്നു. അത് വളരെ വസ്തുനിഷ്ഠമായിട്ട് ആ വരികൾ എന്താണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്ത, ആ ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ, കൊല എന്ന് വെച്ചാൽ ഒരാളെ ഹോമിസൈഡ്, കൊല നടത്തുക, ഒരാളെ കൊല്ലുക. അപ്പൊ ഒന്നില്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ഒരു കൊല നടത്തുക. ഇതിൽ രണ്ടിന്റെ ഇടയിലൂടെ ഒരു ആർത്തനാദം പോലെ ഒഴുകുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടക്കടല്, ആർത്തനാദം പോലെ ഒരു വിലാപം. ആ വിലാപം എന്നുള്ള ആ വാക്ക് ഭയങ്കര ശക്തമാണ്. അത് അതിന്റെ ഉള്ളിലേക്ക്, അത് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ഏറ്റവും ശക്തമായിട്ടുള്ള മെഡിക്കൽ എവിഡൻസ് ആണ്, ഏറ്റവും ശക്തമായിട്ടുള്ള മാനസിക രോഗത്തിന്റെ എവിഡൻസ് ആണ്, ഏറ്റവും ശക്തമായ പഠനത്തിന്റെ അവസ്ഥയാണ്. എന്താണ്? ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ഒരു ആർത്തനാദം പോലെ ഒരു വിലാപം. അയാൾക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, അതാണ് ആ വിലാപം. പക്ഷെ അയാൾക്ക് സാധിക്കുന്നില്ല. ഒന്നിലെ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം നടത്തുക. കാരണം അയാളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ആർക്കും അയാളെ വേണ്ട. ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണത്. അപ്പൊ ഇങ്ങനത്തെ ഈ രോഗാവസ്ഥയില് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ആർക്കെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ഷണപത്രം എന്ന് വെച്ചാൽ ഒരു ഇൻവൈറ്റേഷൻ, ജീവിതത്തിലേക്കുള്ള ഇൻവൈറ്റേഷൻ ആണ്. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതം എന്ന് പറയാൻ പറ്റുമോ? എന്ത് ജീവിതം അതെങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ജീവിതമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ വിമുക്തമാവുക, അതാണ് രോഗ ചികിത്സ. അതിനുള്ള ധൈര്യം ഉണ്ടാവുക, അറിവുണ്ടാവുക. ആ അറിവിലൂടെ പടിപടിയായിട്ട് ഒരു ചെറിയ കുട്ടി പിച്ച വെച്ച് നടക്കുന്ന പോലെ പടിപടിയായിട്ട്, അധികം ഭയങ്കര ആവേശത്തിലൊന്നും പെട്ടെന്നൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോ നമ്മുടെ പഴമക്കാരായ സുഹൃത്തുക്കൾ പറയുന്ന പോലെ ഒരു 90 ദിവസത്തെ മീറ്റിംഗ്, അല്ലെങ്കിൽ 90 ദിവസം മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് ഓൺലൈൻ മീറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിംഗ് ആകാം. 90 ദിവസം
മദ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് ഓരോ ദിവസവും വിട്ടുനിന്ന് അതിനെ മറികടക്കുമ്പോഴും ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ധൈര്യം സംഭരിക്കുക, ഒരു കറേജ്. അത് നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ആ കറേജ്, ആ ഒരു ചങ്കൂറ്റം ഓരോ ദിവസം അങ്ങനെ 90 ദിവസം ആകുമ്പോഴത്തേക്കും ഇതൊരു ബ്രെയിൻ ഡിസീസ് ആയതുകൊണ്ട് നമ്മളെ തലച്ചോറ് നമുക്ക് പതുക്കെ വഴങ്ങിത്തരും. അതെങ്ങനെ വഴങ്ങുന്നു? നമ്മുടെ ഈ വാക്കുകൾ, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും. നമ്മുടെ നമുക്ക് മുമ്പേ വന്നിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയും. ആ അനുഭവങ്ങള് ഒരു തുറന്ന അധ്യായം. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അത് നമ്മളുടെ ജീവിതമായിട്ട് അത് നമ്മൾ പങ്കുവെക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. നമുക്കും അത് സാധ്യമാവുന്നുള്ള ഒരു വിശ്വാസം, അടിയുറച്ച ഒരാഗ്രഹം നമ്മളിലുണ്ടാവും. ആ ആഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കും. അത് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു, ഞാനിനി എൻ്റെ ഗുരുനാഥന്മാരും മറ്റാൾക്കാരും മറിച്ചവർ അവരൊന്നുമല്ല, ഞാൻ എനിക്ക് വേണ്ടി ഞാൻ മുന്നിട്ട് നിന്ന് എന്നെ സംരക്ഷിക്കുക. ഈ പ്രോഗ്രാം എപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാം ഈ സെൽഫ് എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് നിറഞ്ഞിരിക്കണം. സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ, സ്വന്തം. അത് അഹന്തയല്ല, മുൻഗണനയാണ്. ഞാൻ എന്നുള്ള മുൻഗണന ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജീവിക്കില്ല. എൻ്റെ പ്രചോദനങ്ങള്, എൻ്റെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങള്, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങള്, എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ സ്വഭാവ രീതികളൊക്കെ എന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. സെൽഫ്. അപ്പൊ ആ സെൽഫിന് വേണ്ടി ഉള്ള ഒരു ശക്തി ആർജിക്കുക. അപ്പോൾ അതാണ് 24 മണിക്കൂർ പ്രോഗ്രാം എന്ന് പറയുന്നത്. 24 മണിക്കൂർ വിട്ടുനിന്ന് ശരീരത്തിന്റെ ശക്തി, അതുപോലെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവത്തിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ തന്നെയാണ്, തലച്ചോറ്. എന്താണ് തലച്ചോറിന്റെ പ്രവർത്തനം? തലച്ചോറിന്റെ പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ചിന്തകള്, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തലച്ചോറിന്റെ പരിപാടി അതൊക്കെ തന്നെയാണ്. അതുകൂടാതെ തലച്ചോറ് നമ്മുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. കംപ്ലീറ്റ് നിയന്ത്രണം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അവയവങ്ങളുടെ നിയന്ത്രണം, സ്വഭാവത്തിന്റെ നിയന്ത്രണം ഒക്കെ തലച്ചോറ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നടക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്ന് പറയും. അത് എവിടുന്നാണ്? നമ്മുടെ തലച്ചോറിലെ സന്ദേശങ്ങൾ എത്തും. ഈ സന്ദേശം എവിടുന്ന് വരുന്നത്? സന്ദേശം പുറത്തുനിന്ന്, ലോകത്തുനിന്ന് വരുന്നതാണ്. ഏതൊക്കെ രീതിയിൽ? നമ്മുടെ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, അതുപോലെ സ്പർശനം, സ്പന്ദനം, ചൂട്, തണുപ്പ്, എല്ലാം സന്ദേശങ്ങളാണ്. ശരീരത്തിന്റെ അവസ്ഥകൾ. അത് നമുക്ക് ഈ ശരീരത്തിന്റെ അവസ്ഥയും ഈ ലോകവും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ഇതിൽ കൂടിയാണ്. എന്തിനാണ്? അങ്ങനെ ഒരു ലോകം കയറി വന്ന് ആ ലോകത്തെ കുറിച്ച് റെക്കോർഡ് ഉണ്ടാക്കി ആ റെക്കോർഡ് തലച്ചോറിൽ ഓർമ്മയായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. നമ്മൾ ഈ മൊബൈലിലെ മെമ്മറി പോലെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ആ മെമ്മറിയിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. തലച്ചോറ് സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറി. അപ്പൊ നമുക്ക് ഒരു ലോകമുണ്ട്, അവിടെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് ഓർമ്മപ്പെടുത്തി തരുന്നത് നമ്മുടെ ബ്രെയിനാണ്. ആ ബ്രെയിനാണ്, അതിന്റെ കടക്കലാണ് കത്തി വയ്ക്കുന്നത് പരിപാടി. അതിന്റെ ഉള്ളിൽ കൂടി ഈ സാധനം കടത്തിവിട്ട് അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ തകർത്ത് മാനസിക രോഗിയാവുന്നതും
സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ്. കൊലപാതകം നടക്കുന്നതും മരിക്കാൻ പോകുന്നതും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഭീകരമായ ഒരു രോഗത്തിന് നിർത്തി വെക്കാത്ത ഒരു കലാപരിപാടി നടക്കില്ല. അതാണ് അത് ഏറ്റവും സയന്റിഫിക് ആയിട്ട് നടത്തുന്ന ഒരു ഇടം ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. അവിടെയാണ് ആ ഇൻഫർമേഷൻ കിട്ടുള്ളൂ ഒരു മദ്യാസക്തന്. മറ്റുള്ള സ്ഥലത്തൊക്കെ അവന്റെ കൂട്ടുകാരുടെ അടുത്തൊന്നും അവൻ പുറത്തുള്ള സ്ഥലത്തൊന്നും അവൻ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ കിട്ടുന്ന ഉപദേശങ്ങൾ അവനെ കൊല്ലാനുള്ള ഉപദേശങ്ങളാണ്. എന്താണ്? നീ അല്പം ഇതാക്കിക്കോ, കുഴപ്പമില്ലടാ, നീ അല്പം പൂശിക്കോ എന്നൊക്കെയാണ്. ഇന്നസെന്റിന്റെ ഭാഷയൊക്കെയാണ് എടുക്കുന്നത്. നീ അല്പം പൂശിക്കോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ഉപദേശമാണ്. അപ്പൊ ഇന്നസെന്റ് തന്നെ ക്യാൻസർ വന്നു മരിച്ചു. അത് ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. അത് എന്താണ്? മധ്യാസക്തി രോഗം ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു 5-8 തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കാനുള്ള കഴിവ് അതിനുണ്ട്. അത് തമാശയൊന്നുമല്ല. വളരെ സീരിയസ് രോഗങ്ങൾ അത് ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ രോഗത്തിന്റെ ശരിയായ ചികിത്സ നടക്കുന്ന ആ അറിവ് കിട്ടുന്ന സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ ആ അറിവിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാര് എന്താണ്, ഈ ക്ഷണപത്രം ശരിക്കും ഉപയോഗിച്ചാൽ ജീവിതത്തിന്റെ മരണക്കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. അതിൽ ഇപ്പോ പലപ്പോഴും ചില ആളുകൾ ഒരു പൈങ്കിളി വർത്താനൊക്കെ പറയും. ഇത് പൈങ്കിളി എന്ന് പറയുന്ന സാധനത്തിലില്ല. ഇതെല്ലാം സീരിയസ് ആണ്. എന്താണ്? നമ്മളെ ചുറ്റും നമ്മളെ ജീവിതത്തെ എടുത്തു മാറ്റുന്ന, നമ്മളെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള എല്ലാ സംഗതികളും ഇതിന്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഏറ്റവും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ ആ മീറ്റിങ്ങിൽ എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവര് അത് കേൾക്കുന്നത്. വാസ്തവത്തില് നിങ്ങളൊരു കാര്യമായിട്ടുള്ളൊരു മീറ്റിംഗ് നോക്കുക, ഒരു ഫിസിക്കൽ മീറ്റിംഗ്, അവരെത്രയോ ശ്രദ്ധയോടുകൂടി അവിടെ ഇരിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ആളുകൾ അടങ്ങിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് ഗൗരവമുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ടാണ്. അപ്പോ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള പുതുമക്കാർ ഈ ഇൻവൈറ്റേഷൻ അവർക്കത് ശരിയാണെന്ന് തോന്നുകയും ശരിയായിട്ട് നടപ്പിലാക്കുകയും ചെയ്താൽ ജീവിതമാണ് തിരിച്ചു കിട്ടുന്നത്. എന്നുവെച്ചാല് ഈ എന്താണ് ഡെത്ത് ട്രാപ്പ് എന്നാ പറയുന്നത്. ഡെത്ത് ട്രാപ്പ്, മരണക്കെണി, അതിൽ നിന്നാണ് അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്നുവെച്ചാൽ ഏർലി ഡെത്ത്, പ്രിമച്വർ ഡെത്ത്, സിവിയർ ആയിട്ടുള്ള മെന്റൽ ഫിസിക്കൽ ഡിസീസസ്, അതുപോലെ ബന്ധങ്ങൾ അറ്റുപോകുന്ന രോഗം, യാഥാർത്ഥ്യം കംപ്ലീറ്റ് മറിഞ്ഞു പോകുന്ന രോഗം, ശരീരചിന്ത തീർത്തും ഇല്ലാതാക്കുന്ന രോഗം, ബോധത്തിന്റെ ഓരോ ലെവലിലും ഈ കലങ്ങി മറിഞ്ഞുള്ള ബോധം. കലങ്ങി മറിഞ്ഞുള്ള ബോധത്തിൽ എന്താണ് മനസ്സിലാകുന്നത്? അവിടെ ബുദ്ധിശക്തി നശിക്കും, വൈകാരിക അവസ്ഥകൾ വികലമാകും, അവിടെ സ്വയം കെയർ ചെയ്യാൻ, സ്വയം ശ്രദ്ധിക്കാൻ പറ്റാതാവും, ജീവിതത്തിന്റെ ഒരു മേഖല അവിടെ നടപ്പിലാവില്ല, ജീവിതത്തിൽ പങ്കെടുക്കാൻ പോലും പറ്റില്ല അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ അയാളുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം കഴിവുകളാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ കഴിവാണ്. വാസ്തവത്തിൽ ആ കഴിവുകൾ നഷ്ടപ്പെടും. അത് എനിക്ക് തോന്നുന്ന പുതുമക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇവിടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് അവര് ഇതോട് ഒപ്പം തന്നെ കാലെടുത്ത് വയ്ക്കുക. മറ്റൊന്നും ജീവിതമല്ല. മദ്യത്തിനുള്ളിലുള്ള ജീവിതമേ അല്ല. ഇതിനെപ്പറ്റി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസില് സോക്രട്ടീസ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഗ്രീസാണ് വാസ്തവത്തിൽ നമ്മളെ ഈ ശാസ്ത്രവും നമ്മളെ ഉയർന്ന ചിന്തകളും നമ്മളെ അറിവിനെ സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും ഒക്കെ പറഞ്ഞത് ഗ്രീക്കുകാരാണ്. ആധുനിക വൈദ്യശാസ്ത്രം തുടങ്ങിയത് അവിടെ തന്നെ.
അപ്പൊ അവിടെ സോക്രട്ടീസ് പറഞ്ഞ കാര്യം എന്താ പറയുമോ? പരിശോധിച്ച് നോക്കാൻ പറ്റാത്ത ജീവിതം ജീവിക്കാനേ അർഹതയില്ലാത്തതാണ്. പരിശോധിച്ച് നോക്കണം. ഒരാൾ സ്വന്തം ജീവിതം പരിശോധിച്ച് നോക്കുന്നത് സ്വന്തം തലച്ചോറുകൊണ്ടാണ്. പരിശോധിച്ച് നോക്കാൻ പറ്റാത്ത ജീവിതം ജീവിക്കാനേ യോഗ്യതയില്ലാത്തതാണ്. പക്ഷെ ഭ്രാന്താണ് അത്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പരിശോധിച്ച് നോക്കാൻ ധൈര്യം പോലും ഇല്ല സ്വന്തം ജീവിതം. പക്ഷെ ഇവിടെ അതിനുള്ള ചങ്കൂറ്റം, ധൈര്യം പ്രൊവൈഡ് ചെയ്യുന്നൊരു അസാധാരണ സ്ഥലമാണ് ഇവിടെ. അത് ഈ പുതുമക്കാർ മനസ്സിലാക്കണം. ഇപ്പോ ജീവിതം വെച്ച് നിർത്തുന്ന സ്ഥലമാണ്. ജീവിതത്തെ വെച്ച് നിർത്തുന്ന ഒരു സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുകയെന്ന് ഞാൻ പറയും. ഈ 24 മണിക്കൂർ പ്രോഗ്രാം ഇവിടെ നിന്ന് കിട്ടുന്ന വിലപ്പെട്ട അറിവുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുക. ചികിത്സയില് കാതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചികിത്സ തന്നെ നമുക്ക് 2-3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന്, ആ 90 ദിവസം വിട്ടുനിൽക്കുന്ന 90 ദിവസങ്ങൾ വളരെ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. എന്താണ്? ആ 90 ദിവസമാണ് നമ്മൾ തലച്ചോറ് കുറച്ചെങ്കിലും ശാന്തത അനുഭവിക്കുന്നത്. ആ സംഘട്ടനങ്ങൾ ഒക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, ഉറങ്ങാൻ പറ്റുന്നു, അതിനൊക്കെയുള്ള ചികിത്സ ചെയ്യുക. അതുപോലെ തന്നെ റിലാക്സേഷൻ, നല്ല റിലാക്സേഷൻ വേണം, വളരെയധികം വിശ്രമം വേണം, നല്ല വിലപ്പെട്ട വൈറ്റമിനുകൾ, നഷ്ടപ്പെടുന്ന വൈറ്റമിനുകളൊക്കെ കഴിക്കണം. അപ്പോൾ അതിൽ കൂടി നമ്മൾ ഒരു ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ പ്രവേശിക്കുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, അതൊക്കെ മെച്ചപ്പെടുത്തണം. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. കാരണം നമുക്ക് നഷ്ടപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ബന്ധങ്ങൾ. അപ്പൊ ഈ ആൽക്കഹോളിക് അനോണിമസിൽ വരുമ്പോൾ തന്നെ അതൊരു വലിയ അവസരമാണ്. ഈ ബന്ധങ്ങൾ, അവിടെ യാഥാർത്ഥ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ ഇവിടെ ശരിയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ ശരീരത്തെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് എന്തിൽ കൂടിയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലൊരു മനുഷ്യൻ ഇപ്പോഴും ഉണ്ടോ, ജീവിക്കുന്നുണ്ടോ, നമ്മുടെ ഉള്ളിലൊരു മനുഷ്യത്വം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മീയമായിട്ടുള്ള ഒരു ചോദന. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹം, കരുണ, ദയൊക്കെ തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോഴും? അതിൽ കൂടി തന്നെ നമ്മൾ ഈ ജീവിതത്തെ തിരിച്ചു പിടിക്കേണ്ടത്. അതിനുള്ളൊരു അവസരം ഇതിലുണ്ട്. അപ്പൊ ഇതൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതാണ് ശരിയായ മദ്യാസക്ത രോഗത്തെക്കുറിച്ചുള്ള ടെക്സ്റ്റ് ബുക്കാണത്. ഇറ്റ്സ് എ ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ പ്രോഗ്രാമിൽ കയറുക, ജീവിക്കുക, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെൽഫ് ഹെൽപ്പാണ്. നമ്മൾ സ്വന്തം സഹായിക്കുക. അതിന് ഏറ്റവും സഹായിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബാംഗങ്ങള്, നമ്മുടെ നല്ല സുഹൃത്തുക്കള്, നമ്മൾ ചികിത്സിക്കുന്ന ആശുപത്രികള്, അതുപോലെ തന്നെ അവരിലുള്ള വിശ്വാസങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അവരുമായിട്ടുള്ള അടുപ്പം, അവരുമായിട്ടുള്ള പിന്തുടർന്നുള്ള ചികിത്സ, പിന്തുടരുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്തുടരുക. ഈ ചികിത്സ നിങ്ങളെ വിട്ടുനിൽക്കല്, നിങ്ങളെ മരണം വരെ പിന്തുടരുക. അതുപോലെ തന്നെ ആ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് റിക്കവറിയിലേക്ക് പോകണമെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നേരിട്ട്, കുടിക്കാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം
അത് അയാളുടെ ആവശ്യമാണ്. അയാളുടെ ജീവന്റെ വെളിച്ചം എന്ന് പറയാം. ആ ബോധത്തിന്റെ ഉള്ളിലുള്ള അയാളുടെ വെളിച്ചം അതാണ്. അയാൾക്ക് ജീവിക്കാനായിട്ട് ഉള്ള സുബോധം, അതാണ് അയാളുടെ റിക്കവറി. അതിനുള്ള ഉത്തരവാദിത്വം അയാൾക്കാണുള്ളത്. അപ്പോൾ ഇതൊരു റിപ്പയർ വർക്കായിട്ട് കണക്കാക്കുക. ഒരു വണ്ടി എത്ര മോശപ്പെട്ട ഒരു വണ്ടിയാണെങ്കിലും അത് റിപ്പയർ ചെയ്ത് ഇന്നത്തെ കാലത്ത് ഒരു പുതിയ വണ്ടിയെ പോലെ ആക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ റിപ്പയർ വർക്ക്. ഇറ്റ്സ് എ റിപ്പയർ വർക്ക് ഓഫ് ദ ബ്രെയിൻ, ദ ബോഡി ആൻഡ് ബിഹേവിയർ. ഇത് തലച്ചോറിന്റെ റിപ്പയർ വർക്കാണ്, ഇത് ശരീരത്തിന്റെ റിപ്പയർ വർക്കാണ്, ഇത് സ്വഭാവത്തിന്റെ റിപ്പയർ വർക്കാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് അതെല്ലാത്തിനും സഹായിക്കുന്നുണ്ട്. ഇവിടുത്തെ 12 പടികളും ആ 12 പാരമ്പര്യങ്ങളും പ്രാർത്ഥനയും ഇവിടുത്തെ ഈ ലിറ്ററേച്ചറും എല്ലാം തന്നെ ശരിക്കും ആ റിപ്പയർ വർക്കിന് സഹായിക്കുന്ന പരിപാടികളാണ്. കാരണം ഇത് എത്ര തീവ്രമായിട്ടുള്ള ഒരു അസുഖമാണല്ലോ. അപ്പോൾ അത് ഒരു ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന റിപ്പയറുകൾ ഉണ്ട് ഇതിന്. പക്ഷെ ഇത് രസകരമാവും എപ്പോഴാണ് നമ്മളെ അറിവ് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴും, വേറൊരാള് രക്ഷയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഒരു പ്രത്യേകതരം മനുഷ്യത്വത്താൽ വിജൃംഭിതമാകും. അത് അത് ആർക്കോ വേണ്ടി സങ്കടപ്പെടുന്ന ഒരു വിശുദ്ധമായിട്ടുള്ളൊരു മനസ്സായി മാറും. അങ്ങനത്തെ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ എത്രയോ രക്ഷപ്പെട്ടു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അവർക്ക് മറ്റു കാര്യങ്ങൾ നമ്മളെ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഈ രക്ഷപ്പെടലിന്റെ മാർഗത്തിൽ എന്തെങ്കിലും അവർക്ക് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നിർദ്ദേശം തരാൻ എനിക്ക് സാധിക്കും. ഞാനൊരു അഹന്തയോടുകൂടി പറയല്ല. ഇതിന് സാധ്യമാകുന്നത് നമ്മുടെ ഈ പ്രോഗ്രാം തന്നെയാണ്. ഈ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിലെ സുബോധ ജീവിതം, ആ സുബോധ ജീവിതം എന്നുള്ള ആ അടിസ്ഥാന സംഗതി അത് മുന്നോട്ട് പോകുമ്പോൾ അത് സാധ്യമാകും. അത് എല്ലാവരും ആ സുബോധ ജീവിതം എന്നുള്ള ആ ലിറ്ററേച്ചർ വായിക്കണം. അതിൽ കുറച്ച് ചികിത്സയുടെ ഭാഗമാകാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ശരീരത്തെ നോക്കണം, എങ്ങനെ മനസ്സിനെ നോക്കണം, എങ്ങനെ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട് സുബോധ ജീവിതത്തിൽ. അപ്പൊ ആ ലിറ്ററേച്ചർ വായിക്കണം. 12 പടികളിൽ ഒരു 5 പടിയെങ്കിലും, 5-6 പടികൾ, എല്ലാ പടികളും വളരെ വളരെ ശക്തമാണെങ്കിലും അതിന് നമ്മള് റിലാക്സ് ആകാതിരിക്കാൻ പറ്റിയ പടികൾ, മധ്യാസക്ത രോഗത്തെക്കുറിച്ച് ഇപ്പോഴും സംശയമുള്ളവർക്ക് ഉറച്ച് അടിത്തറയിടേണ്ട പടികൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് 8-ാം പടി, അത് വളരെ ശക്തമാണ് 8-ാം പടി. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ കുഴപ്പമുള്ള ആളുകൾക്ക് ആ 8-ാം പടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 10 പടി, 12-ാം പടി, ഇതെല്ലാം നമ്മളിലുള്ള മനുഷ്യരെ നമ്മൾ അന്വേഷിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന പടികളാണ്. അപ്പോൾ അതിന് ഓരോ പടികളും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വയം വ്യാഖ്യാനിക്കും. ആ പടികളൊക്കെ നമ്മളുടെ ഭാഷയിലും നമ്മുടെ അറിവും ഉപയോഗിച്ച് സ്വന്തം വ്യാഖ്യാനം. അതാണ് മധ്യാസക്ത രോഗത്തെക്കുറിച്ചുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ഭയങ്കര ആകർഷിക്കുന്ന ഘടകം. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാനും അറിവിനെ സ്നേഹിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും അങ്ങനെയുള്ളൊരു ആനന്ദത്തിൽ ജീവിക്കാനും പറ്റുന്ന ഒരു പരിപാടി കൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ കുറച്ച് പടികൾ പറയാം. ഒരു ഉദാഹരണം, 1-ാമത്തെ പടി, മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരായി, ജീവിതം മാനേജ് ചെയ്യാൻ പറ്റാതെ, കൊണ്ടു നടക്കാൻ പറ്റാത്ത രീതിയിലായി, അനിയന്ത്രിതമായി.
നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതൊരു ഫണ്ടമെന്റൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, ഒരു സത്യമാണ്. സത്യത്തെ അംഗീകരിക്കലാണ്. അതിന് തയ്യാറില്ല. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാ പറയുന്നത്. യേശു മുതലുള്ള പ്രവാചകന്മാരൊക്കെ പറഞ്ഞേക്കണത്, ഇന്ന് ഏറ്റവും മഹാത്മാഗാന്ധി വരെ പറഞ്ഞേക്കണത് എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മരണക്കിണിയിൽ നിന്നുള്ള ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം സത്യമാണ്. അത് ആ സത്യത്തിനെ പ്രകാശിപ്പിക്കുന്ന അതിന്റെ തെളിവാണ് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരായി ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ളത്. അതിനെ സ്വീകരിക്കാൻ വിമുഖതയുണ്ടെങ്കിൽ ഇപ്പോഴും അയാൾ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അയാളുടെ തലച്ചോറിന്റെ ഉള്ളിലേക്കൊന്നും യാഥാർത്ഥ്യങ്ങളും പോലും ഒന്നും കയറുന്നില്ല. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കയറുന്നില്ല. അത്രയും മടിച്ചു നിൽക്കുകയാണ്. അതുപോലെ അയാളുടെ അഹന്ത എത്രയുണ്ടോ ആ അഹന്തയ്ക്ക് ഒന്ന് താഴ്ത്തി കിട്ടാൻ ഇങ്ങനെ അഹന്ത എന്ന് പറഞ്ഞൊരു ബലൂൺ പോലെ ഇങ്ങനെ വെറുതെ കുറച്ച് കാറ്റ് കയറ്റി വിട്ടാല് വീർത്തു വരുന്നത്, ഒരു ചെറിയ സൂചി കൊണ്ട് പൊട്ടിപ്പോകുന്നതായിട്ടുള്ള ഒരു സാധനമാണ് അഹന്ത. അപ്പൊ ആ തള്ളല് അത്ര ഉള്ളു. അപ്പോ അതിനയാൾക്ക് ഏറെ സഹായിക്കുന്നത് തന്നേക്കാൾ വലിയ ഒരു ശക്തിയിലുള്ള വിശ്വാസമാണ്. എന്ത് കാര്യത്തിനും തെളിവുണ്ട്. അങ്ങനെ വലിയ ശക്തി ലോകത്ത് അയാളെക്കാൾ വലിയ ശക്തികളുണ്ടെന്നും അയാൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന ശക്തികൾ പുറമേ ഉണ്ട്. അപ്പൊ അതിന്റെ കീഴിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെ അഹങ്കരിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് മധ്യാസത്തില് ഏറ്റവും വലിയ സംഭവമാണ്. അമിത സന്തോഷത്തിലുള്ള ഈ അഹന്ത. അതൊരു ബഫൂൺ കളിയാണ്, ഒരു ബുദ്ധിയില്ലാത്ത ഒരു കളി തന്നെയാണത്. പക്ഷെ നാലാമത്തെ പടി അതിന് വലിയൊരു മരുന്ന് പോലുമാണ്. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തും. സത്യത്തിനെതിരായിട്ട് നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? സൂക്ഷ്മത നഷ്ടപ്പെടും. അതിസൂക്ഷ്മത സത്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആ സത്യമില്ലെങ്കിൽ, സത്യമില്ലാത്ത സ്ഥലത്ത് നുണകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഭയം വരും. എല്ലാ നല്ല കാര്യങ്ങളും ഈ സത്യത്തിലും ഈ ഭയമില്ലായ്മയിലും കൂടിയാണ് നടപ്പിലാവുന്നത്. അപ്പൊ എത്ര ഭംഗിയാണ് ആ നാലാമത്തെ പടി, അതിസൂക്ഷ്മത. നുണ പറയാതിരിക്കാൻ, സത്യത്തിന് വിട്ട് ഒന്നും കളിക്കാതിരിക്കാനുള്ള അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി, അവനവനെ തന്നെ വിലയിരുത്തി. അഞ്ചാമത്തെ പടി, അയാൾക്ക് ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ആ 3 കാര്യങ്ങളിൽ അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒന്ന്, അയാൾ വിശ്വസിക്കുന്ന വലിയ ശക്തിയും, അയാൾക്ക് ഈ ലോകത്ത് ഒരു സുഹൃത്തെങ്കിലും ഇല്ലെങ്കിൽ അയാളൊരു മനുഷ്യനാവില്ല. അപ്പൊ ആ ഒരു സുഹൃത്തിനോടും അയാളുടെ ജീവിതത്തെ പങ്കുവെക്കണം, മനസ്സിലാക്കണം. അഞ്ചാമത്തെ പടി. അതുപോലെ 8ാമത്തെ പടിയിൽ പറയുന്നുണ്ട്, അയാൾ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കി പരിഹാരം ചെയ്യാൻ തയ്യാറായി. അത് ഏറ്റവും വലിയ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കും, സ്നേഹം റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. അത് തിരിച്ചു കിട്ടുന്ന ഒരു പരിപാടിയാണത്. 12ാമത്തെ പടി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നടപടികൾ കിട്ടിയ ആത്മീയ പ്രചോദനം. ഈ നടപടികൾ ചെയ്യുമ്പോൾ ആത്മീയ പ്രചോദനം കിട്ടിയില്ലെങ്കിൽ റിക്കവറി എത്രയോ അകലെയാണ്. ഒരു ആത്മീയ പ്രചോദനം ഇല്ലാതെ ഇത് മുമ്പോട്ട് പോവില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഗ്രാമിനെ ഏറ്റവും വിശുദ്ധമാക്കുന്നത് ആ 12ാമത്തെ പടിയാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ സംസാരിക്കാൻ, എന്നെ കേൾക്കാനും എത്തിയ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
താങ്ക് യു ഡോക്ടറെ, താങ്ക് യു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം